ബഹുമാനപ്പെട്ട വിചാരിച്ച പ്രിയപ്പെട്ട കൈക്കാരന്മാരെ, ഹെഡ് ടീച്ചർ ഷെല്ലി സാർ, എപ്പാർക്കിയൽ ഫിനാൻസ് സെക്രട്ടറി ജോസ് ആൻ്റണി, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഞാൻ ആരോടാണ് സംസാരിക്കേണ്ടത് എന്നൊരു സംശയമില്ല. കുട്ടികളോടാണോ മുതിർന്നവരോടാണോ? ഓക്കെ, ഇത് ഇടവക ദിനമാണ് അല്ലേ? ഇടവക ദിനത്തിന് ഏറ്റവും നല്ല സന്ദേശം പറയുന്നതിന് മുമ്പ് നന്നായിരുന്നുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ നല്ല ഗംഭീര പെർഫോമൻസ്. നമ്മുടെ യൂത്തിൻ്റെ പാട്ട് എന്തൊരു പെർഫോമൻസ് അത്! വളരെ ഞാൻ ചോദിച്ചു അച്ഛനോട്, ഇവർ അവിടുത്തെ ഈ പാർക്കിംഗ് ലെവൽ അല്ലെങ്കിൽ റീജിയണൽ ലെവൽ മത്സരത്തിനൊന്നും പോയിട്ടില്ല എന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയുള്ള എല്ലാവരും തന്നെ കേട്ടോ. നമ്മുടെ ഡാൻസും പാട്ടും ഇടയ്ക്ക് പാട്ടുകളെല്ലാം ഞാൻ 2 പാട്ട്, ഒരു സംഘഗാനം, ഒരു സിംഗിൾ സോങ്ങുമാണ് കേട്ടത്. വേറെയും പാട്ടുണ്ടായിരുന്നിരിക്കാം. അനുവേ വളരെ നന്നായിരുന്നു. കണ്ടതെല്ലാം നല്ലതായിരുന്നു. അപ്പോൾ കാണാതിരുന്നതും നല്ലതായിരിക്കും എന്ന് സ്വാഭാവികമായും അനുമാനിക്കാം. നമുക്ക് വലിയ പ്രതീക്ഷ തരുന്നതാണ് ഓരോ ഇടവക ദിനവും. ഇടവക ദിനത്തിൻ്റെ ഒരു സന്ദേശമായിട്ട് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നത് കലഞ്ചിബ്രാൻ്റെ ഒരു കഥയാണ്. കഥയെ കുട്ടികൾ കൂടെ കിട്ടുമല്ലോ എന്നോർത്തിട്ടാണെന്ന് പറയുന്നത്. ഒരിടത്ത് അങ്ങനെയല്ലേ തുടങ്ങുന്നത്? കഥകൾ എല്ലാം തുടങ്ങുന്നത് ഒരിടത്ത് എന്ന് പറഞ്ഞാണ്. ഞാനിപ്പോൾ മലയാളത്തിൽ പറയാം, നിങ്ങളത് ഇംഗ്ലീഷിൽ പിള്ളേരോട് പറഞ്ഞാൽ മതി. അപ്പോൾ ഒരിടത്ത് ഒരു ചെരുപ്പ് കുത്തി ഉണ്ടായിരുന്നു. ചെരുപ്പ് കുത്തി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ? ചെരുപ്പ് തുന്നുന്ന ആൾ. യൂറോപ്പിലൂടെയാണ്. അദ്ദേഹം ഒരു ദിവസം അദ്ദേഹം താമസിക്കുന്ന ഒരു ഒറ്റ മുറി വീടാണ്. ഒരു മുറി മാത്രമേ ഉള്ളൂ. അതിൻ്റെ വരാന്തയിലാണ് ഇയാൾ തൻ്റെ ചെരുപ്പ് പണി നടത്തുന്നത്. ഒരു ദിവസം വൈകുന്നേരം അദ്ദേഹം തൻ്റെ പണിയെല്ലാം ഒതുക്കി കതക് ഭദ്രമായിട്ടടച്ചു. കാരണം മഞ്ഞ് പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കതക് ഭദ്രമായിട്ടടച്ചു കിടക്കാൻ തുടങ്ങുകയാണ്. നേരത്തേക്ക് കിടക്കാൻ തുടങ്ങുമ്പോൾ ആരോ വന്ന് കതക് പൊട്ടുവാണ്. ഇയാൾ ചെരുപ്പ് കുത്തി കതക് തുറന്നു. പുറത്ത് നോക്കുമ്പോൾ ഒരാൾ തണുത്ത് വിറച്ച് നിൽക്കുകയാണ്. അയാൾ പറഞ്ഞു, ഞാൻ ദൂരേന്നാണ് വരുന്നത്, ഇനി ദൂരേക്ക് പോകണം. ഈ രാത്രി ഇനി ഒരു ചുവട് കൂടെ വെക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ഇന്ന് രാത്രി എനിക്ക് അഭയം തരണം, താമസിപ്പിക്കണം. അപ്പോൾ ചെരുപ്പ് കുത്തി ഇങ്ങനെ മുറിയിലേക്ക് നോക്കുകയാണ്. ഒരു കട്ടിലിട്ടാൽ പിന്നെ ഒരു കസേരയോട് ഇടാനുള്ള ഇടയില്ലാത്ത മുറിയാണ്. എന്ത് ചെയ്യും? അയാൾ പറഞ്ഞു, അയ്യോ ക്ഷമിക്കണം, നിങ്ങളെ സഹായിക്കണമെന്നുണ്ട്, പക്ഷേ നിവൃത്തിയില്ല. ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, എനിക്ക് തന്നെ കട്ടിച്ച് ഇവിടെ താമസിക്കാനേ കഴിയൂ. വേറെ എവിടെയെങ്കിലും നിങ്ങൾ പോകാവൂ. വന്നയാൾ പറഞ്ഞു, അയ്യോ പറ്റത്തില്ല, ഇനി എനിക്ക് ഒരു ചുവടും കൂടെ വെക്കാൻ നിവൃത്തിയില്ല, ശക്തിയില്ല, വല്ലാത്ത തണുപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിച്ചേ പറ്റൂ. ചെറുപ്പത്തിൽ പറഞ്ഞു, സാരമില്ല, ഞാൻ ഈ പണിയെല്ലാം കഴിച്ചിട്ട് ഒന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങേണ്ട സമയമാണ്. എന്നും ഞാൻ സമാധാനത്തോടെ ഞാൻ ഒരു വശം ചെരിഞ്ഞ് കിടന്നോളാം, താങ്കൾ കൂടെ എൻ്റെ കട്ടിലിൽ ഇടയിട്ട്. അങ്ങനെ അവർ 2 പേരൂടെ കട്ടിലിൽ കിടക്കുകയാണ്. ലൈറ്റ് അണച്ചേക്കാം, വിളക്കണച്ചേക്കാം എന്ന് വിചാരിക്കുമ്പോൾ ഉണ്ട് വീണ്ടും ആരോ വന്ന് കതകിൽ പൊട്ടുന്നു. ചെരുപ്പൂത്തി എഴുന്നേറ്റു. കതക് തുറന്ന് നോക്കുമ്പോൾ പുറത്ത് 2 പേര് തണുത്ത് വിറങ്ങടിച്ച് നിൽക്കുകയാണ്. ചെരുപ്പത്തി വെച്ചെന്താ? അവർ പറഞ്ഞു, ഞങ്ങൾ ദൂരേന്നാണ്, ദൂരേക്ക് പോകണം, ഇനി ഒരു ചൂട് കൂടെ വയ്ക്കാൻ വയ്യ, ഞങ്ങൾക്ക് ഇന്ന് രാത്രി ഇവിടെ താമസിക്കാൻ അനുവാദം തരാമോ? ചെരുപ്പൂത്തി പറഞ്ഞ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന മുറിയിൽ ഇപ്പോൾ 2 പേരുണ്ട്. ഇനി 2 പേരെ കൂടി ഞാൻ എങ്ങനെയാണ് താങ്ങുക? ഒരു നിവൃത്തിയില്ല, മറ്റെവിടെയെങ്കിലും പോകാമോ? അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല, ഞങ്ങളെ സഹായിക്കണം, ഞങ്ങൾക്ക് ഇനി ഒരു നിമിഷം പോലും പുറത്ത് നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ചെരുപ്പൂത്തി പറഞ്ഞു, സാരമില്ല, വാ കയറി വാ.
ഞങ്ങൾക്ക് 2 പേർക്ക് കട്ടിച്ച് കിടക്കാവുന്ന ഈ കട്ടിൽ 4 പേർക്ക് ഇരിക്കാം. 4 പേർക്ക് ഇരിക്കാം. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഇരുന്ന് നേരം പഠിപ്പിക്കാം എന്ന് പറഞ്ഞ് അവർ 4 പേരുടെ കട്ടിലിൽ ഇരിക്കുക. ഇനി ലൈറ്റ് അണയ്ക്കണോ എന്ന് അവർ ചിന്തിക്കുമ്പോൾ അവർ വന്ന് വീണ്ടും കഥകിൽ മുട്ടുന്നു. ചെരുപ്പൂത്തി പുറത്തിറങ്ങി നോക്കി. ഇപ്രാവശ്യം വന്നിരിക്കുന്നത് എത്ര പേരാണ്? 4 പേരാണ്. 4 പേര്. ചെരുപ്പൂത്തി ചോദിച്ചു, എന്താ? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് പറഞ്ഞൊക്കെ ഇത് തന്നെ, ഞങ്ങൾ ദൂരെ നിന്നാണ്, ദൂരേക്ക് പോകണം, ഇവിടെ അഭയം വേണം. ചെരുപ്പൂത്തി വിഷണ്ണനായി. പക്ഷേ അദ്ദേഹം പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, തണുപ്പിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പോലെ ഈ കട്ടിൽ പിടിച്ച് പുറത്തിടാം. ഒരു മുറിയിൽ നിന്ന് ഫർണിച്ചർ മാറിക്കഴിയുമ്പോൾ മുറിക്ക് ഇടയുണ്ടാവില്ലേ? ഇടയുണ്ടാവും. നമുക്ക് കട്ടിൽ തന്നെ ഇരിക്കണമെന്ന് നിർബന്ധമുണ്ടോ? താഴെ ഇരിക്കാം. അങ്ങനെ അവർ 8 പേര് കൂടെ താഴെ ഇരുന്ന് അങ്ങനെ ഇരിക്കാം. അവർ കഥ കടച്ചു. കഥ കടയ്ക്കേണ്ട ക്ഷണം വീണ്ടും കഥയിൽ മുട്ടുകേക്കാണ്. ചെരുപ്പൂത്തി പെട്ടെന്ന് കഥവ് തുറന്നു. പുറത്ത് വന്നിരിക്കുന്നത് എത്ര പേര്? 8 പേരാണ്. 8 പേര് പുറത്ത് വന്നിരിക്കുന്നു. ചെരുപ്പൂത്തി പറഞ്ഞു, എൻ്റെ പ്രിയ സഹോദരന്മാർ, നിങ്ങളെന്താ താമസിച്ചത്? ഞങ്ങൾ ഇത്ര നേരമായി ഞങ്ങൾ നോക്കിയിരിക്കുകയായിരുന്നു. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഈ മുറിക്കകത്ത് കട്ടിച്ച് 8 പേർക്ക് ഇരിക്കാനേ പറ്റും. നിങ്ങൾ 8 പേരോട് കഴിയുമ്പോൾ 16 ആകും. 8 പേർക്ക് ഇരിക്കാവുന്ന മുറിയിൽ 16 പേർക്ക് നിൽക്കാം. തന്നെയുമല്ല, ഉറക്കം വരുന്നവർക്ക് അടുത്ത് നിൽക്കുന്നയാളുടെ ചുമലിൽ ചാഞ്ഞ് ഉറങ്ങുകയുമാകാം. വാ എന്ന് പറഞ്ഞ് ചെരുപ്പൂത്തി അവരെ കയറി അവരെ അകത്ത് കയറ്റി കഥക് ഭദ്രമായി അടച്ചവർ 16 പേരും കൂടെ നിൽക്കാൻ ആരംഭിച്ചു എന്ന് പറഞ്ഞ് കല്ലഞ്ചിപറാൻ ഈ കഥ അവിടെ നിർത്തുവാണ്. പക്ഷെ കഥ കേൾക്കുന്ന, കഥ വായിക്കുന്ന നമുക്കറിയാം, ഇനി ഒരു 16 പേര് വന്ന് കഥകിൽ മുട്ടിയാലും ചെരുപ്പ് കുത്തി ഇടം കണ്ടെത്തും. കാരണം അയാൾ ഓരോരുത്തരെയും പ്രവേശിപ്പിച്ചത് തൻ്റെ ഹൃദയത്തിലേക്കാണ്, മുറിയിലേക്കല്ല. നമുക്കറിയാം, മുറിക്ക് ഭിത്തികൾക്ക് മാറാനാവില്ല, വലിപ്പം കൂട്ടാനാവില്ല. ആകെ വലിപ്പം കൂടുന്നത് അയാളുടെ ഹൃദയത്തിനാണ്. യഥാർത്ഥത്തിൽ ഇടവക ദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് വലിപ്പം വെക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിനാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഈ കഥ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഫ്രാൻസിസ് പാപ്പായെ അനുസ്മരിച്ചുകൊണ്ടാണല്ലോ ഈ കാര്യങ്ങളെല്ലാം ആരംഭിച്ചത്. ഒരു പക്ഷേ നിങ്ങൾ കുർബാനയിലും ഓർമ്മിക്കുന്നുണ്ട് എന്നെങ്കിൽ ഫ്രാൻസിസ് പാപ്പ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഫ്രാൻസിസ് പാപ്പായുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി ആളുകൾ പറയുന്നത് ഈ ഹൃദയവിശാലത, എല്ലാവരും ഉൾക്കൊള്ളാൻ. അദ്ദേഹം ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങിയത് എന്തിൻ്റെ പേരിലായിരുന്നു? അഭയാർത്ഥികളെ സ്വീകരിക്കുന്നതിൻ്റെ പേരിൽ അല്ലേ? ഏറ്റവും കൂടുതൽ കുറ്റാരോപിതനായത് ഈ ഒരു കാരണത്തിലാണ്. വരുന്നവരെല്ലാം വിളിച്ചു കയറ്റുകയാണ്. അഭയാർത്ഥികളായി വരുന്നവർ പിന്നെ ആധിപത്യം പുലർത്തുന്നതും അവർക്ക് അഭയം കൊടുത്ത ഇടത്ത് ഭീഷണിയാകുന്നതുമൊക്കെ ചരിത്രമാണെന്ന് വിവരമുള്ള ആളുകൾ, ചുറ്റുമുള്ള ആളുകളെ പാപ്പായുടെ ഉപദേശകർ തന്നെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരുപക്ഷെ അത് ശരിയായിരിക്കാം, പക്ഷെ ഇപ്പോൾ അവർക്ക് ആരുമില്ല, ഇപ്പോൾ അവർക്ക് അഭയമില്ല, നമ്മൾ അവർക്ക് അഭയമാകണം. പിന്നീട് അവർ ഭീഷണിയായേക്കാം, പക്ഷെ ഇപ്പോൾ അവർക്ക് ആരുമില്ല. ഇതായിരുന്നു പാപ്പായുടെ നിലപാട്. ഇത് ഒരാളുടെ പ്രത്യേകതയായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതില്ല യഥാർത്ഥത്തിൽ. കാരണം പാപ്പാസ്ഥാനം ഏറ്റെടുത്ത ഉടനെ ഫ്രാൻസിസ് പാപ്പയുടെ ശൈലികളെല്ലാം കണ്ടിട്ട് ചരിത്രകാരന്മാർ പറഞ്ഞു, സഭയിൽ നവവസന്തം വിരിയുകയാണ്, സഭയിൽ പുതിയ വസന്തം വിരിയുകയാണ്. അങ്ങനെ ഇതിനു മുൻപ് ഒരു പാപ്പയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എപ്പോഴെന്നറിയാമോ? 23-ാം ജോൺ പാപ്പ. ജോൺ 23-ാമൻ ചുമതലയേറ്റപ്പോൾ അദ്ദേഹത്തിൻ്റെ ശൈലി കണ്ടപ്പോൾ ആ കാലഘട്ടത്തിലെ പത്രമാധ്യമങ്ങൾ പറഞ്ഞു, പുതിയ വസന്തം വിരിയുന്നു, പുതുവസന്തം വിരിയുന്നു. ശരിക്കും ജോൺ 23-ാം പാപ്പ സാങ്കേതികമായി മാത്രം പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ 80 വയസ്സാകാനായിട്ട് അധികം നാളില്ലായിരുന്നു. സാങ്കേതികമായി മാത്രം 80 വയസ്സായി പോയാൽ തിരഞ്ഞെടുക്കപ്പെടില്ലായിരുന്നു, അല്ലെങ്കിൽ ആ വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ സാങ്കേതികമായി മാത്രം അദ്ദേഹം കോൺക്ലേവിൽ എത്തപ്പെടുകയും പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹം ഏറ്റെടുത്തപ്പോഴും തന്നെ പറഞ്ഞു, ഞാൻ കടന്നു പോകേണ്ട പാപ്പയാണ്, ഞാൻ വയസ്സനാണ്, എനിക്കധികം കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ പാപ്പയാണ് സഭയുടെ വാതായനങ്ങൾ തുറന്നിട്ടുകൊണ്ട് 2ാം വത്തിക്കാൻ കൗൺസിലിന് തുടക്കമിട്ടത്. അദ്ദേഹം പറഞ്ഞു, 4-ാം നൂറ്റാണ്ട് മുതൽ പാപ്പാസ്ഥാനത്ത് പത്രോസിന്റെ സിംഹാസനത്തിൽ അടിഞ്ഞുകൂടിയ പൊടിയും ചെളിയും തുടച്ചു മാറ്റുകയാണ് എൻ്റെ നിയോഗം എന്ന് പറഞ്ഞുകൊണ്ടാണ് തൻ്റെ പാപ്പാസ്ഥാനം ഏറ്റെടുത്തത്.
അതിനുവേണ്ടിയായിരുന്നു അദ്ദേഹം അത്യധ്വാനം ചെയ്തത്. അദ്ദേഹം ആരംഭിച്ച രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പൂർത്തിയാക്കുന്നതിന് മുമ്പ് അദ്ദേഹം വിടവാങ്ങി. പുതിയ പാപ്പ വന്നു. അതാരായിരുന്നു? പോൾ ആറാമൻ പാപ്പയാണ്. അദ്ദേഹം പറഞ്ഞു, സഭയുടെ നഫസിൽ നിന്ന് ഫ്യൂഡലിസത്തിന്റെ അടയാളങ്ങൾ മുഴുവനും മാറിപ്പോകണം. സഭ സേവകയാകണം. സഭ പ്രൗഢിയിൽ നിന്ന് സേവനത്തിന്റെ പാതയിലേക്ക് വരണമെന്ന് ഉദ്ബോധിപ്പിച്ച പാപ്പയാണ് പോൾ ആറാമൻ പാപ്പ. അദ്ദേഹത്തിന് ശേഷം കടന്നു വരുന്നത് ജോൺ പോൾ ഒന്നാമൻ പാപ്പയാണ്. കേവലം ഒരു മാസം മാത്രം പാപ്പ സ്ഥാനത്തിരുന്നയാൾ. ദശാബ്ദങ്ങളായി സഭയിലുണ്ടായിരുന്ന ആഘോഷമായ രാജകീയ കിരീടധാരണമൊക്കെ വേണ്ടെന്ന് വെച്ചുകൊണ്ട് സഭയ്ക്ക് കൃത്യമായ ദിശാബോധം നൽകിയ പാപ്പയായിരുന്നു ജോൺ പോൾ ഒന്നാമൻ പാപ്പ. അദ്ദേഹത്തിന്റെ ഹ്രസ്വകാലത്തിന് ശേഷം ജോൺ പോൾ രണ്ടാമൻ പാപ്പ വന്നു. 100-ലേറെ രാജ്യങ്ങളിലൂടെ തീർത്ഥാടകനായി പോയി. അവിടുത്തെ മണ്ണിനെയും മനസ്സിനെയും ചുംബിച്ച് ആദരിച്ച് ചെറുപ്പക്കാരെ നെഞ്ചോട് ചേർത്ത് വെച്ച പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിങ്ങളിലാണെൻ്റെ പ്രത്യാശ. നിങ്ങളുടെ യുവത്വം നിങ്ങളുടെ സ്വകാര്യ സ്വത്തല്ല, അത് മനുഷ്യമോക്ഷത്തിന് മുഴുവനും പൊതു സ്വത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് സഭയുടെ മുഖം കുറെ കൂടെ ജനകീയമാക്കിയ പാപ്പയാണ് ജോൺ പോൾ രണ്ടാമൻ പാപ്പ. അദ്ദേഹത്തിന് ശേഷം കടന്നു വന്നത് ബെനഡിക്റ്റ് 16 പാപ്പ. സഭയുടെ എക്കാലത്തെയും ദൈവശാസ്ത്രജ്ഞന്മാരിൽ അഗ്രഗണ്യനെന്ന് ഇനിയും ചരിത്രം വിശേഷിപ്പിക്കേണ്ടയാണ്. പക്ഷെ ഞാൻ അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. സഭ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞൻ, അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ ദൈവശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത് പൗലോസ് ലീഹ കഴിഞ്ഞാൽ സെന്റ് അഗസ്റ്റിൻ, അത് കഴിഞ്ഞ് സെന്റ് ആൻസലോ, അത് കഴിഞ്ഞ് സെന്റ് തോമസ് മോർ, അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ബെനഡിക്റ്റ് 16 എന്ന് തന്നെ കാലം വിലയിരുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏതായാലും അദ്ദേഹത്തിൻ്റെ ദൈവശാസ്ത്രത്തിൻ്റെ അഗ്രഗണ്യത കൊണ്ടല്ല അദ്ദേഹം ഇനിയും ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടുന്നത്. ഏതൊരു അധികാരസ്ഥാനവും ദൈവദത്തമാണെന്നും അത് കൊണ്ടു നടക്കാൻ ത്രാണിയില്ലാതെ വരുമ്പോൾ അതിൻ്റെ ഉടയവനായ ഈശോയ്ക്ക് അത് ഫലമേൽപ്പിച്ച് മാറി സ്വസ്ഥനാകുകയാണ് വേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് പാപ്പാസ്ഥാനം ത്യജിച്ച് ആദരണീയമായ മാതൃക കാണിച്ചതുകൊണ്ടാണ് ബെനഡിക്റ്റ് 16 പാപ്പ ചരിത്രത്തിൽ ഇടം പിടിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായ ഫ്രാൻസിസ് പാപ്പായ്ക്ക് ഇങ്ങനെയാകാതെ തരമില്ല. ഇത് സഭയുടെ ബോധത്തിൻ്റെ വളർച്ചയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും നമുക്ക് ഈ ഹൃദയവിശാലതയുള്ള ഫ്രാൻസിസ് പാപ്പായ്ക്ക് അപ്പുറത്ത് പുതിയ പാപ്പ വരുമ്പോൾ വലിയ പ്രത്യാശയും പ്രതീക്ഷയുമാണുള്ളത്. സഭയെ നയിക്കാൻ കാലാകാലങ്ങളിൽ നമുക്ക് ഇടയന്മാരെ നൽകുന്ന ദൈവത്തിന് നന്ദി പറയാം. എൻ്റെ മനസ്സിനിണങ്ങിയ ഇടയന്മാരെ ഞാൻ നൽകും എന്ന പ്രവാചകന്മാരിലൂടെയുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനം. നമ്മളെപ്പോഴും അങ്ങനെയല്ല, ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകും. അതാണ് നമ്മുടെ പ്രാർത്ഥന. തീർച്ചയായിട്ടും ആ വാഗ്ദാനവും ഇന്ന് ഞാനിങ്ങനെ പ്രസംഗത്തിന് ഒരുങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഓർത്തൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ബൈബിളിൽ 30,000-ലേറെ വാഗ്ദാനങ്ങളുണ്ട്. 30,000-ലേറെ വാഗ്ദാനങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിലൊരു വാഗ്ദാനം ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കും. എനിക്ക് ചിലപ്പോൾ ഒക്കെ തോന്നാറുണ്ട്, നമ്മുടെ ആത്മീയ മേഖലയിൽ പോലും, അച്ഛൻ അങ്ങനെ തോന്നിയിട്ടുണ്ടോ എനിക്കറിയില്ല, പോലും ഈ സ്വർഗം എന്നൊക്കെ പറയാൻ നാണം പോലെ. സ്വർഗം നരവെന്നൊക്കെ പിള്ളേരോടൊക്കെ പറഞ്ഞ് വില പോകും എന്നൊക്കെ ആത്മീയ ശുശ്രൂഷയിൽ വ്യാപരിക്കുന്നവർ പോലും ചിന്തിക്കുന്ന ഒരു കാലം. അതൊരു ഔട്ട് ഓഫ് ഡേറ്റ് അല്ലേ, അല്ലെങ്കിൽ ഒരു മോഡേൺ അല്ലാത്ത സംസാരമാണ് സ്വർഗത്തെ പറ്റി പറഞ്ഞാൽ എന്ന് ആത്മീയ രംഗത്ത് വ്യാപരിക്കുന്നവർ പോലും ചിന്തിക്കുന്ന കാലമാണ്. പക്ഷേ ഈശോമിശിഹായുടെ വാഗ്ദാനം ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾക്ക് വേണ്ടി വസതി ഉണ്ട് എന്നുള്ളതാണ്. അത് വിശ്വസിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ കുർബാനയിൽ പങ്കെടുക്കുന്നത്, വിശുദ്ധ പ്രസാദിക്കുന്നതൊക്കെ അല്ലേ ആണ്. അതുകൊണ്ട് നമ്മൾ ഒരുപക്ഷെ മതബോധനത്തിലൂടെയൊക്കെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പങ്കുവെച്ച് കൊടുക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ അറിവും നമുക്ക് ഇവിടെ നിലനിൽക്കുന്ന പട്ടണമില്ല എന്നുള്ളത് തന്നെയാണ്. ഈ ലോകത്തിലെ 50, 60, 70 വർഷങ്ങളിലേക്ക് നീളുന്ന ഒരു ജീവിതത്തിന് വേണ്ടിയല്ല നമ്മുടെ തത്രപ്പാട് എന്നത് ഒരു കാരണവശാലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാൻ ഇടവരരുത്. നമ്മുടെ മതബോധന പ്രക്രിയയും നമ്മുടെ വിശ്വാസ പരിശീലനത്തിൻ്റെ വിവിധ കാര്യങ്ങളും നമ്മുടെ ഈ ഇടവക ദിനം പോലെയുള്ള സമ്മേളന വേദികളും അനുദിന വിശുദ്ധ കുർബാന അർപ്പണവും ഒക്കെ ഈ ഒരു ബിന്ദുവിലേക്ക്, ഈ ലോകത്തിനപ്പുറത്തേക്ക് നീളുന്നതാണ് നമ്മുടെ ജീവിതമെന്നും അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയെന്നുമുള്ള അടിസ്ഥാന പാഠം മറന്നു പോകരുതാതെ കൈമാറാൻ നമുക്ക് ബാധ്യതയുണ്ട്. ഒരു സംശയവുമില്ല. അതുകൊണ്ട് അടിസ്ഥാനപരമായ ഒരു കാര്യമാണത്. അതുകൊണ്ട് നമുക്ക് ഈ ലോകത്തിനപ്പുറത്തും ജീവിതമുണ്ട് എന്നത് നിങ്ങൾ ഈ സങ്കീർത്തനം
ഉയർപ്പുകാലത്തെ സങ്കീർത്തനം പാടുന്നില്ലേ? ഇല്ലേ? ഇന്നും പാടി. അതിനകത്തുണ്ട്, മൃതിതൻ സീമയ്ക്കപ്പുറവും നമ്മെ നയിക്കും നാഥനവൻ. അതാണ് മരണത്തിൻ്റെ അപ്പുറത്തേക്കും നമ്മെ നയിക്കുന്നവനല്ലെങ്കിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഈ ലോകത്തിലുള്ള കാര്യങ്ങളിൽ മാത്രം പ്രത്യാശ വയ്ക്കുന്നവരാണ് നമ്മളെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും ഹതഭാഗ്യരാണ് നമ്മൾ. അല്ല, അതുകൊണ്ട് നമ്മുടെ പ്രതീക്ഷ മുഴുവനും അപ്പുറത്തേക്കുള്ളതാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയത്തില്ലാത്തത് കൊണ്ട് മൈ ഡിയർ ചിൽഡ്രൻ, ഹലോ 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 ഹലോ, യെസ്, ഹൗ ആർ യു? ഗുഡ്. ആർ യു എൻജോയിങ്? യെസ്. സോ in this parish day, I would like to remind you 3 things. Usually when we prepare our children for Holy Communion or solemn Holy Communion, I always plan to pick them or turn towards 3 promises. And always, ഞാൻ എല്ലായ്പ്പോഴും കുഞ്ഞുങ്ങളെ കൊണ്ട് 3 പ്രോമിസ് എടുക്കാൻ വേണ്ടിയാണ് ഈ കാറ്റഗിസം ഫസ്റ്റ് കമ്മ്യൂണിന് വേണ്ടി ഒരുക്കൽ ക്ലാസ് ശ്രദ്ധിക്കുന്നത്. ഞങ്ങൾക്ക് അവിടെ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഞായറാഴ്ചയും ക്ലാസ്സുകളുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അതുബോധന ആദ്യ കുർബാന സ്വീകരണവുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെ കുറേ സമയവും പേരൻസ് എല്ലാം വിചാരിക്കും, എന്തുകൊണ്ടാണ് ഇത്രയും സമയം വേണം, കുറച്ച് പ്രാർത്ഥന പഠിപ്പിക്കാൻ. അങ്ങനെയല്ലല്ലോ, കുറച്ച് പ്രാർത്ഥന പഠിപ്പിക്കലല്ല ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ ക്ലാസ്സുകളല്ല. അവർക്ക് അടിസ്ഥാനപരമായി ബോധ്യവും ജീവിതശൈലിയും കൊടുക്കുകയാണ്. സോ ഞാൻ ഈ ഒരു കാര്യമാണ്, 3 കാര്യങ്ങളിലേക്കാണ് ഞാൻ അതിന് എല്ലായ്പ്പോഴും ഒരു 10 മിനിറ്റെങ്കിലും എല്ലാ ദിവസവും ഇവരോട് എങ്ങനെയെങ്കിലും വർത്തമാനം പറയാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട്. സോ എല്ലായ്പ്പോഴും ഈ 3 കാര്യങ്ങളിലേക്കാണ്. അത് ഏതൊക്കെയാണ് എന്നത് നിങ്ങളുടെ മനസ്സിൽ ഒന്ന് പറഞ്ഞു വെച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. My dear children, in this parish day, we have to come forward to 3 promises. First of all, are you listening? Okay. First of all, we need to promise to Jesus that I never miss Sunday Holy Kurbana, even if I am on holidays. Are you getting? പറയാമത്? I never miss Sunday Holy Kurbana, even if I am on holidays. നിങ്ങൾ ഹോളിഡേ പോകാറില്ലേ? അപ്പോൾ കുർബാന മുടക്കാറുണ്ടോ? നോ. ആർ യു ഷുവർ? ചിലപ്പോൾ. ദെൻ നമുക്ക് പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ഒരു കാരണവശാലും മുടങ്ങാൻ പാടില്ലാത്ത കാര്യമാണ് ഞായറാഴ്ച കുർബാന. ഇവന് നമുക്കറിയാം, നമ്മുടെ വിരൽത്തുമ്പിലുണ്ട്. എവിടെ ചെന്നാലും ഹോളി കുർബാനയുടെ ടൈം നമുക്കറിയാം, ഇല്ലേ? സോ മൈ ഡിയർ ചിൽഡ്രൻ, ഇറ്റ്സ് യുവർ ഡ്യൂട്ടി. സംടൈംസ് parents may be bothered so many things. You should be the teachers of your parents regarding these faith and morals. So you have to promise to Jesus in this parish day that I never miss Sunday Holy Kurbana, even if I am on holidays. All holidays പോകുന്നതാണ്. So this should be the first promise. Second one, I never receive communion if I am not in state of grace. To be frank, I am afraid of seeing the long queue for Holy Communion. എല്ലായ്പ്പോഴും പറയുന്നു, വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വേണ്ടി ഇന്ന് ഞാൻ ചുമ്മാ ചോദിക്കട്ടെ, ഇന്ന് വെറുതെ ഒരു കൗതുകത്തിന്, ഇന്ന് കുർബാന സ്വീകരിച്ചൊരു കൈപെട്ടോ? How many of you have received communion today? Okay. ഞാനിപ്പോൾ ഞാൻ വന്ന ആളുകൾ എൻ്റെ പള്ളിയിൽ ചോദിക്കായിരുന്നു, ഒരു ക്ലാസ്സിൽ ചെന്നിട്ട്, ഹൗ മെനി ഓഫ് യു ഹാവ് റിസീവ്ഡ് കമ്മ്യൂണിയൻ? എല്ലാവരും കേൾക്കും. അതിലൊരാളോട് ഞാൻ വെറുതെ ചോദിച്ചു, why you have decided to receive communion today? ഞാനങ്ങനെ ചോദിച്ചാലോ? ഇവിടെ വേണ്ട അല്ലേ, അതൊരു ഇടവദിനത്തിൻ്റെ ആ ഒരു ഇതിന് വേണ്ട. ഞാൻ എൻ്റെ ക്ലാസ്സിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ മറുപടിയല്ല എന്താണെന്ന് അറിയാം? I don't know.
Why you have received communion? I don't know. Really? പ്രിയപ്പെട്ട അധ്യാപകർ, ഇവിടെ ടീച്ചേഴ്സ് ഉണ്ടല്ലോ, കുട്ടികളോട് ചോദിക്കണം, why you have received communion today? What was the reason? What prompted you to receive communion today? പേരൻസ് കുഞ്ഞുങ്ങളോട് ചോദിക്കുക, എന്ന് കുർബാന സ്വീകരിച്ചു എന്തുകൊണ്ടാണ്? എങ്കിൽ നമ്മുടെ വിശ്വാസ പരിചയത്തിന് ഒരു വിലയില്ലെന്നാണ്. എനിക്കിപ്പോൾ ഒരു വലിയ സന്തോഷമുള്ളത്, എൻ്റെ പള്ളിയിൽ കുർബാന സ്വീകരിക്കാത്തവരുടെ എണ്ണം കൂടുന്നുണ്ട്. അത് കാണുമ്പോൾ സന്തോഷമല്ല, ബോധം വരുന്നതിൻ്റെ അർത്ഥമാണ്. അപ്പനെ എഴുന്നേൽക്കുന്നു, അമ്മ എഴുന്നേൽക്കുന്നു, പോകുന്നു, പിള്ളേരും പുറകെ പോകുന്നു, എഴുന്നേറ്റ് പോകുന്നു, എന്തോ പോലെ ഒരാചാരം പോലെ. ഇപ്പോൾ ഒത്തിരി പിള്ളേരിങ്ങനെ വരാറുണ്ട്. അതിനിട വരുത്താതിരിക്കാൻ ഞാൻ കുമ്പസാരത്തിന് ക്രമീകരണം കൊടുക്കാറുണ്ട്. എന്നിരുന്നാലും പക്ഷെ അത് ബോധമുള്ളതുകൊണ്ട് ഇടയ്ക്കൊക്കെ അപ്പന്മാർ കുർബാന സ്വീകരിക്കാതിരിക്കുന്നത് കുഞ്ഞുങ്ങൾ കാണുന്നത് നല്ലതാണ്. അമ്മമാരും കുഞ്ഞുങ്ങളെ കാണിക്കാൻ വേണ്ടി കുർബാന സ്വീകരിക്കാതിരിക്കണ്ട, പക്ഷെ അവർ ചോദിക്കട്ടെ, Dad, why you didn't receive communion today? അപ്പം പറയണം, My dear child, I was not in state of grace. I was not in state of grace. State of grace എന്ന് പറഞ്ഞാൽ എന്താ? State of grace is the grace which we receive at the time of baptism. But in between we may lose state of grace. Whenever I commit a sin deliberately, knowingly, willfully, planly. മനസ്സിലാകുന്നുണ്ടോ? അതായത് നമ്മൾ എന്തെല്ലാം തെറ്റുകളാണ് ഓരോ ദിവസം ചെയ്യുന്നുണ്ട്. അതെല്ലാം നമ്മുടെ സ്റ്റേറ്റ് ഓഫ് ഗ്രേസ് നഷ്ടപ്പെടുത്തണം നിർബന്ധമില്ല. പക്ഷേ ചെറുതായിക്കോട്ടെ, ഒരു വിൽഫുള്ളി, പ്ലാൻലി, ഡെലിബറേറ്റ്ലി ഞാൻ ഒരു സിന്നിൻ്റെ ഭാഗമാകുന്നെങ്കിൽ ഐ ആം ലൂസിങ് സ്റ്റേറ്റ് ഓഫ് ഗ്രേസ്. എന്ന് പറയാമോ സ്റ്റേറ്റ് ഓഫ് ഗ്രേസ് എന്ന വാക്ക്? സ്റ്റേറ്റ് ഓഫ് ഗ്രേസ്. ഡു യു നോ വാട്ട് സ്റ്റേറ്റ് ഓഫ് ഗ്രേസ് ഈസ്? It's a perfect union with God. It's a status in which we are united with God. Adina, when we lose state of grace, whenever we commit a sin willfully, deliberately, planly, with our full knowledge. Am I clear? So my dear children, never receive communion if you are not in state of grace. That should be the second promise. I never receive Holy Communion if I am not in state of grace. And finally, third one. Okay, state of grace illegi Holy Communion സ്വീകരിക്കുന്നില്ല എന്നുള്ളതല്ല. I go for confession as soon as I lost state of grace. Clear? എനിക്ക് സ്റ്റേറ്റ് ഓഫ് ഗ്രേസ് എന്ന് പറഞ്ഞാൽ കുർബാന സ്വീകരിക്കാതിരിക്കലല്ല, കുർബാന സ്വീകരിക്കാൻ പാടില്ല. പക്ഷേ കുമ്പസാരം എന്ന കുർബാനയാണ്. കൺഫെഷൻ ഈസ് ദ ഓൺലി സാക്രമെന്റ് through which we can regain state of grace. Is it clear? അപ്പോൾ തേർഡ് പ്രോമിസ് എന്താണ്? I will go for confession as early as possible after losing state of grace. When I lose state of grace. Clear? ഈ മൂന്ന് പ്രോമിസും പറയാവുന്ന കൈവയ്ക്കുകയും. ഓക്കെ, ഒരാളെന്ന് പറയാം. സാൻഡോച്ചന് വേണ്ടി, സാൻഡോച്ചന് ഒരു സന്തോഷം പറയട്ടെ. ഈ അച്ഛനെ വിളിച്ചോണ്ട് ഇവിടെ വന്നിട്ട് ഞാൻ സത്യത്തിൽ പെട്ടെന്ന് ഇങ്ങനെ ഇന്ന് തിരക്കുണ്ടായിരുന്നു. പക്ഷേ സാൻഡോച്ചൻ വിളിച്ചപ്പോൾ തീർച്ചയായിട്ടും ബോട്ടൻ ഇടവക എനിക്ക് പരിചയമുള്ള ഇടവകയാണ്. ഒത്തിരി പ്രാവശ്യം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫാൻസോച്ചൻ്റെ കാലത്ത് ഒരുപാട് സമയം ഞാനിവിടെ സംസാരിപ്പിക്കാനൊക്കെ ഇത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ സാൻഡോച്ചൻ്റെ ബ്രദറും ഞാനും ക്ലാസ്മേറ്റ്സ് ആണ്. ദാറ്റ്സ് ആൻ അഡീഷണൽ ഇമ്പറ്റസ് ടു കം ഫോർ മീ ടു കം ഓവർ ഹിയർ. ഓക്കെ, so which are the three promises? Yeah. First, wonderful. First one is, second one.
Wonderful, great. And finally, I will receive reconciliation as soon as I'm in a state of grace. ഒന്നുകൂടെ പറയാം. I will go for confession. ഓക്കെ, വണ്ടർഫുൾ, ഗ്രേറ്റ്. നമുക്കൊന്ന് കൈയടിക്കാം. തീർച്ചയായിട്ടും ഈ മൂന്ന് പ്രോമിസുകളുടെ പാലനത്തിന് നമ്മളുടെ മതബോധന പ്രക്രിയ കാവൽ നിൽക്കട്ടെ, കൈകോർത്തിട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ നല്ല സായാഹ്നം നന്നായിട്ട് ആഘോഷിക്കാൻ ആസ്വദിക്കാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് നല്ല മാർപ്പാപ്പയെ കിട്ടാൻ തീർച്ചയായിട്ടും അത് കർത്താവിൻ്റെ പ്രോമിസാണ്. നല്ല ജപാലകരെ നമുക്ക് കിട്ടും. നല്ല മാർപ്പാപ്പയെ കിട്ടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഇടവദിനത്തിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം